Fermat's theorem. If P is a prime and P does not divides A, then P divides A raised to P minus 1 minus 1. ഇതിനെയാണ് ഫെർമാറ്റ് തിയറം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ലെറ്റ് പി ബി എ പ്രൈം. പി എന്നൊരു പ്രൈം നമ്പർ എടുത്തു, എ എന്ന് മറ്റൊരു നമ്പർ എടുത്തു. ഓക്കെ, അപ്പം ഈ നമ്മുടെ പ്രൈം നമ്പർ പി എയെ ഡിവൈഡ് ചെയ്യുന്നില്ല. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ പ്രൈം ആവണമെന്നില്ല, ഏതൊരു നമ്പറും ആകാം. ഓക്കെ, ഇപ്പോൾ പി എന്ന പ്രൈം നമ്പർ എ എന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അതേ പി തന്നെ എന്തിനെ ഡിവൈഡ് ചെയ്യും? എ റേസ് ടു പി മൈനസ് 1 മൈനസ് 1 ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന നമ്പറിനെ നമ്മുടെ പി ഡിവൈഡ് ചെയ്യും. എയെ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ എന്തിനെ ഡിവൈഡ് ചെയ്യും? പി എ റേസ് ടു പി മൈനസ് 1 മൈനസ് 1 എന്ന ഫോമിലെ ഒരു നമ്പറിനെ നമ്മുടെ ഈ പി ഡിവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫെർമാറ്റ്സ് തിയറം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഫെർമാറ്റ് തിയറം എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഫെർമാറ്റ് ലിറ്റിൽ തിയറമോ അല്ലെങ്കിൽ ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം, ഇത് മൂന്നും സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഫെർമാറ്റ് തിയറം എന്ന് ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പ്രൂഫ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, പി ബി എ പ്രൈം ഇഫ് എ പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ദെൻ പി ഡിവൈഡ്സ് എ റേസ് ടു പി മൈനസ് 1 മൈനസ് 1 എന്ന സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, അത് എഴുതിയതിന് ശേഷം ഈ പ്രൂഫ് എഴുതുക. ഓക്കെ, നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് പി ബി എ പ്രൈം ആൻഡ് എ ബി എനി ഇൻറ്റീജർ. ഓക്കെ, പി ഒരു പ്രൈം നമ്പറും എ എനി ഇൻറ്റീജറും എടുക്കുക. സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. അതായത് പി എന്ന പ്രൈം നമ്പർ നമ്മുടെ എ എന്ന ഇൻറ്റീജറിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പിയും എയും ചൂസ് ചെയ്യുക. അങ്ങനെ പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണെങ്കിൽ എന്ത് നമുക്ക് പ്രൂവ് ചെയ്യണം? എ റേസ് ടു പി മൈനസ് 1 മൈനസ് 1 എന്ന നമ്പറിനെ ഈ പി ഡിവൈഡ് ചെയ്യുന്നു എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അപ്പം എന്താണ്? എ റേസ് ടു പി മൈനസ് 1 മൈനസ് 1 എന്ന നമ്പറിനെ നമ്മുടെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ കോൺഗ്രുവൻസിൽ എഴുതാം? എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻ ടു 1 മോഡ് പി. ഓക്കെ, അതായത് എ റേസ് ടു പി മൈനസ് 1നെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് ദി ഇൻറ്റീജേഴ്സ് എ 2a 3a എക്സെട്ര പി മൈനസ് 1a മോഡുലോ പി. അതെന്തായിരിക്കും? 1 2 3 എക്സെട്ര പി മൈനസ് 1 ആയിരിക്കും അല്ലേ? അതായത് ലീസ്റ്റ് റെസിഡ്യൂസിൻ്റെ സെക്ഷൻ നമ്മൾ പഠിച്ചതല്ലേ. അതായത് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, പി കൊണ്ട് ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സാണ് ഈ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതെല്ലാം എന്താണ്? എ എന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 2 3 എക്സെട്ര പി മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ്, അതായത് ഈ ലീസ്റ്റ് റെസിഡ്യൂ ഇതിനെയൊക്കെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റെസിഡ്യൂസാണിതല്ലേ. ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് എന്തായിരിക്കും? കോൺഗ്രുവൻ ടു മോഡുലോ പി ആയിരിക്കും. എല്ലാം എന്തായിരിക്കും? കോൺഗ്രുവൻ ടു മോഡുലോ പി. അപ്പോൾ 1 ഇൻറ്റു എ 2 ഇൻറ്റു എ 3 ഇൻറ്റു എ എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ കോൺഗ്രുവൻ ടു പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി. ഇത് എവിടെ നിന്നാണ് ഈ പി മൈനസ് 1 ഫാക്ടോറിയൽ? നമ്മുടെ ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1, ഈ പ്രോഡക്റ്റ് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു പി മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ? 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ആണെങ്കിൽ 2 ഫാക്ടോറിയൽ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണെങ്കിൽ 3 ഫാക്ടോറിയൽ. അതുപോലെ പി മൈനസ് 1 നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പി മൈനസ് 1 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? പി മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇതെന്താണ്? ഈ നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ ആയിട്ട് പി മൈനസ് 1 ഫാക്ടോറിയൽ കിട്ടും.